പോലീസ് പിടിച്ച് ഇറക്കിയ വണ്ടി തട്ടിയാ ആ ഡ്രോപ്പ് ചെയ്ത് കെടുക്കുമ്പോഴുള്ള ആ ഒരു ലുക്ക് ഉണ്ടല്ലോ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. കിറ്റ് മൊത്തത്തിൽ ഇളകിയിട്ടാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വാഷ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി ആകെ കച്ചറായിട്ട് കിടക്കുകയാണ് കേട്ടോ. സോ നമ്മളിന്ന് വാഷിങ്ങും അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. ഇതാണ് വണ്ടറെ ഓൾമോസ്റ്റ് ഉള്ള ഒരു അവസ്ഥ. ഒരു മഴ മൂടലുണ്ട്, എന്നാലും കുറേ ദിവസമായി വണ്ടി വാഷ് ചെയ്തിട്ട് മഴ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ക്ലീൻ ആവലുണ്ടാവില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തായാലും വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാൻ ചേഞ്ച് ആക്കി പുറത്ത് പോയിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങുമ്പോൾ വാഷിങ്ങും കഴിക്കുക, ബാക്കിയുള്ള പരിപാടിയും കഴിക്കുക എന്നുള്ള ലെവലിൽ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വേണ്ട, അത്യാവശ്യം കച്ചറായിട്ട് കിടക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം മഴയത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. അവർ മഴയത്ത് വന്ന സമയത്തുണ്ടായ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. മുന്നേ കുറച്ച് പൊടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ മഴ കൂടി പെയ്തപ്പോൾ എന്തായി, ആകെ കച്ചറായിട്ടാണ്. നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങായി. നല്ല മഴക്കുള്ള കോളുണ്ട് കേട്ടോ. നമ്മൾ വാഷ് ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല അടിപൊളി മഴക്കുള്ള കോളുണ്ട്. ചിലപ്പോൾ വാഷ് ചെയ്ത് ഇറങ്ങുമ്പോഴാവും ചിലപ്പോൾ മഴ പെയ്യുക. അപ്പോൾ നല്ല രസമാവും. മൂസിയും പിള്ളേരും ഉണ്ട് അവിടെ. അമ്മമാരെടുക്കണം, കുറച്ച് പരിപാടി ഉണ്ട്, വാഷ് ചെയ്യണം, അങ്ങനെ കുറച്ച് പ്ലാനുകളുണ്ട്. ഒരുപാട് കമൻസ് നമുക്ക് വരുന്നത് സ്പോയിലർ വെക്കാൻ പറഞ്ഞിട്ടുള്ള കമൻസാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് സ്പോയിലറില്ലാതെ ഒരു രസമില്ല, ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കമൻസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ സ്പോയിലർ ഫിക്സ് ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച നമുക്ക് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാം. കാരണം സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ ഇരിക്കണതൊന്ന് സ്ട്രൈറ്റ് ആക്കണം. ഇപ്പോൾ വണ്ടി കിടന്ന് ഓടുന്നുണ്ട്, ഡെയിലി കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ അലൈൻമെൻറ്റ് ക്ലിയർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ മാത്രമല്ല ടയർ ചെത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ടയർ പിന്നെ ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മാറ്റേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പോയിലർ തിരിച്ചു കയറ്റാം. നമ്മൾ പിള്ളേരെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പോയോണ്ടിരിക്കുകയാണ്. മൂസിയുണ്ട്, ഫറാനുണ്ട്. ഫറാനാണ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താ പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വാഷ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ പെരുമ്പിലാവ് പോയിട്ട് വാഷിംഗ് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി വാഷ് ചെയ്യണം. പിന്നെ ഇത് മാത്രമല്ല, സിയാസും കഴുകുന്നുണ്ട്. സിയാസ് എടുത്തിട്ട് ഉബൈദ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ പോയി വാഷ് ചെയ്യുമ്പോഴത്തേനും ഉബൈദ് സിയാസായിട്ട് വരും. പൊട്ടിക്കാനോ ഇവിടുന്നോ? പോലീസ് പിടിക്കടാ. ഇന്നാണ്ടാ ഇന്ന എവിടെ ഉണ്ടെക്കണേ? എവിടെ ഉണ്ടെക്കണേ? എവിടെ ഉണ്ടെക്കണേ? ഇജ്ജ് പറയ്. എനിക്കറിയില്ല. BM ഒന്നുമില്ലടാ. എങ്ങനെ അറിയാ? എവിടെ? യൂട്യൂബിലാ? അല്ല, പേരെന്താ? അഹിയാൻ. അഹിമാൻ. നിങ്ങൾ കസിൻസ് ആണോ? ഫ്രണ്ട്സ് ആണോ? ഓക്കെ. പൊട്ടിക്കണോ? പൊട്ടിക്കട്ടെ. പോലീസ് പിടിച്ച് ഇറക്കിയ വണ്ടി പോലീസിനോട് പറയാ സംസാരിക്കാൻ. പോട്ടെ. ശരിട്ടാ. എവിടെയോ എവിടെ തട്ടി പമ്പറൂരി പോന്നാ? കാശോടെ വാഷിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ അവിടെ വണ്ടികളുണ്ട്, അതുകൊണ്ട് വാഷ് ചെയ്യാൻ പറ്റിയില്ല. ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്. ബമ്പർ നല്ലൊരു തട്ടി ബെൻഡായി. അതിന് എന്താ പറ്റിയെന്ന് അവിടെ പോയിട്ട് ഇറങ്ങി നോക്കണം. അപ്പോൾ സിയാസ് വന്നിട്ടുണ്ട്. സിയാസ് ഉബൈദ് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് വാഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. അടുത്ത വാഷിൽ പോവാണ്. അടുത്ത വാഷിൽ പോയിട്ട് നോക്കാം. ഓ
നമുക്ക് അങ്ങനെ വാഷ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പെരുമ്പിലാവുള്ള JDMലാണ് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മുടെ പ്രഭാതിൻ്റെ ഷോപ്പിൽ. ഈ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ. നമ്മുടെ സിവിക് റെഡ് ആയിരുന്നു ആ സമയത്ത്. നമ്മൾ GTR, സുപ്ര, അതുപോലെ ഹയാബൂസ, ഇത് പിന്നെ ഒരുപാട് വണ്ടികൾ നമ്മുടെ പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര പരിപാടിയായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു വ്ളോഗ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുക. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. നമ്മളിവിടെ കത്തിച്ചിട്ട് പോയതാണ്. സോ ആ ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഓൾറെഡി 2 വണ്ടി വാഷിങ്ങിലുണ്ട് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടി സിവിക്ക് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ആ ഡ്രോപ്പ് ചെയ്ത് കിടക്കുമ്പോഴുള്ള ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. പിന്നെ വീൽസ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു ഒന്നില്ലെങ്കിൽ വീൽസ് മാറ്റാൻ കമൻറ്റിൽ, അതല്ലെങ്കിൽ വീല് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കമൻസിലും പറഞ്ഞു, അതുപോലെ നമ്മുടെ ചെക്കന്മാരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വീൽസിൻ്റെ കളർ ഇപ്പോൾ തൽക്കാലം നമ്മൾ കളർ ചേഞ്ച് ചെയ്യണുള്ളൂ. നമ്മുടെ പറാൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. ഫസ്റ്റ് എന്തായാലും അത് വാഷ് ചെയ്യട്ടെ. 2 വണ്ടി വാഷിങ് കഴിഞ്ഞിട്ട് ഇത് വാഷിങ് ഉണ്ട്. ഇത് വാഷിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറാൻ്റെ വണ്ടി വാഷ് ചെയ്യണുള്ളൂ കേട്ടോ. സോ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് വരും. ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് കച്ചറയായിട്ട് കിടക്കുകയാണ്. ഇതും കഴുകിയിട്ട് കുറച്ച് ദിവസങ്ങളായി. വീൽസൊക്കെ കണ്ടോ, ആകെ നല്ല അലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം ചളിയും കാര്യങ്ങളും ഉണ്ട് വണ്ടിയുടെ മുകളിൽ. സോ അതുകൊണ്ട് ഇതും വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അത് വാഷ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇതിൽ പോയിട്ട് ചെറിയൊരു ചായ കുടിച്ചിട്ട് ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതിനും നമ്മൾ വണ്ട വാഷിങ് കഴിയും. തട്ടിയാ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് വണ്ടി വാഷിങ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് നൈസായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത് വെറുതെ എന്നൊക്കെ തോന്നുന്നത്. വണ്ടി വാഷ് ചെയ്തപ്പോഴല്ലോ സീനായിട്ടുണ്ട്. ദുബൈയിൽ നിന്ന് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കേട്ടോ വണ്ടി വാഷ് ചെയ്യണത്. സോ വണ്ടി ആ ഒരു ബ്ലാക്കിലുണ്ടല്ലോ, മാഷാ ഒരു രക്ഷയില്ലട്ടാ. CF ഇങ്ങനെ എടുത്ത് കാണിക്കണ്ട. ഓൾമോസ്റ്റ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാനുണ്ട്. ഒരു പോളിഷ് മസ്റ്റാണ് കേട്ടോ വണ്ടിക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റ് നൈസിൽ ഫെയ്ഡായ പോലെ ഉണ്ട്. സോ ഒരു പോളിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം വേറെ തന്നെ മൂടാം കേട്ടോ. എന്തായാലും നമുക്ക് പോളിഷും ചെയ്യണം. എല്ലാം ഒന്നരാടായിട്ട് നമുക്ക് ചെയ്യാം. വണ്ടി ആ ചളിയെ കണ്ട് പോയപ്പോണ്ടല്ലോ വേറെ തന്നെ ഒരു മൂടായി. എൻ്റെ മനസ്സി ഒരു പോളിഷ് എന്തായാലും വേണം കേട്ടോ. മസ്റ്റാണ് പോളിഷ്. കാരണം അവിടെ അല്ലാതെ ഈ ബീഡിങ് ഒക്കെ തള്ളിക്കുന്നുണ്ട്, ക്ലിയർ ആക്കാനുണ്ട്. CF ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. സിവിക് വാഷിങ് കഴിഞ്ഞ് ഈ സിയാസ് കയറ്റുന്നുണ്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് കയറ്റിക്കോട്ടാ. ശരിയാക്ക് മെല്ലെ എടുത്തോട്ടാ. പുട്ടും കുറ്റി തട്ടും മെല്ലെ. ആ മതി. അപ്പോൾ സിയാസ് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ സിയാസും കൂടി വാഷ് ചെയ്യട്ടെ. എന്താ ഒളിച്ചു കളിക്കുന്നത്? ബാക്കിൽ വന്നിട്ട് ഒളിച്ചു കളിക്കുന്നത് ട്രൗസർ ഇട്ടുകൊണ്ടാണോ? ഇത് കാല് വെക്കണ്ട, വീഴും. നമ്മുടെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് വണ്ടി ക്ലീൻ ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. വണ്ടി ആ ചളിയോടക്കം കൊണ്ടെടുക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു സുഖമില്ല. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്യാത്തതും അങ്ങനെ കൊണ്ടുവരുന്നതും. അതുകൊണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വാഷിങ് കഴിഞ്ഞു, ക്ലീനായി. ഗായ്സ് അങ്ങനെ സിയാസിൻ്റെ വാഷിങ്ങും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സിയാസും തിളങ്ങിയിട്ടാ വാഷ് ചെയ്തപ്പോൾ. അത്യാവശ്യം ചളി ഉണ്ടായിരുന്നു. വാഷ് ചെയ്തപ്പോൾ ക്ലീനായി.
എൻ്റെ മോനെ ഏത് പൊട്ടെന്ന് പറയുക സീന് സാധനം കേട്ടോ. അങ്ങനെ വാഷിങ് കഴിഞ്ഞു, ഇനി ഒന്നുകൂടി ഒന്ന് വൈപ്പ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ് നമ്മളിവിടെ ഇറങ്ങും കേട്ടോ. കാശ് നമ്മളങ്ങനെ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മഴ എന്തോ ഭാഗത്തിന് നിന്നു കേട്ടോ, അല്ലെങ്കിൽ വാഷ് ചെയ്തതെല്ലാം വെറുതെ ആയിരുന്നു. അപ്പോൾ 2 വണ്ടി വാഷ് ചെയ്തു, സിയാസ് ബാക്കിൽ വരുന്നുണ്ട്. ഇനി നമ്മുടെ ചെമ്മന്തട്ട പാടത്ത് വന്നിരുന്ന് കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഇനി നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. ഓക്കെ, അതിന് മുന്നേ വണ്ടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് വേറൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കിറ്റ് തട്ടിയത് നിങ്ങൾക്ക് അറിയണതാണല്ലോ. അപ്പോൾ ആ കിറ്റ് തട്ടിയതിന് ശേഷം കിറ്റ് മൊത്തത്തിൽ ഇളകിയിട്ടാണ് ഫുള്ള് ഇളകിയിട്ടിരിക്കുന്നത്, പൊട്ടിയിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ടയറെല്ലാം ഫുള്ള് തേഞ്ഞ്, കാരണം ഇതിൻ്റെ അടിയത്തെ ഈ ഷീറ്റ് കിടന്നടിച്ചിട്ട് ടയറിൻ്റെ മുകളിൽ എറിഞ്ഞിട്ട് ടയറിൻ്റെ മുകളിൽ ഭയങ്കര സ്മെല്ല് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു പണി കിട്ടി, അതുകൊണ്ട് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. നമ്മളെ സിയാസും ഇവിടെ കിടക്കുന്നുണ്ട്. മഴ പെയ്യാത്തതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ കിട്ടും എന്ന് വിചാരിച്ചതായിരുന്നു, നല്ലൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കാര്യം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്.